Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പിയുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷ വാർത്ത പറയാനുള്ളത് എന്നാണെന്നറിയാമോ? ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ജനാർദ്ദൻ ചേട്ടനാണ് വരാൻ പോകുന്നത്. എന്നാ സന്തോഷമല്ലേ? ആക്ച്വലി ജനാർദ്ദൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഏട്ടൻ്റെ പടത്തിലാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ 2-3 പടവേ മാക്സിമം വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ സന്തോഷം ജനാർദ്ദൻ ചേട്ടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ചേട്ടന് വേണ്ട എന്നാന്ന് വെച്ചാൽ ഇന്ന് മട്ടൺ റോസ്റ്റാണ് വേണമെന്ന് പറഞ്ഞേ. മട്ടൺ കറിയോ മട്ടൺ റോസ്റ്റോ, പക്ഷെ മട്ടൺ കറിയാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ നമ്മുടെ മട്ടൺ കറി ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ ഈ പ്രാവശ്യവും ചെയ്യുന്നത്. പക്ഷെ എന്നാലും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എന്നാ പറയുക, ഇന്നത് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മട്ടനെ പറ്റി തന്നെ പല കഥകൾ പറഞ്ഞു. അതായത് ഇന്ന ആട് വേണം, മറ്റേ ഭാഗം ഇന്നത് തന്നെ എടുക്കണം എന്നൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. ദൈവാനുഗ്രഹിച്ച് അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ മട്ടൺ മേടിച്ചു. ഇനി അറിയാൻ മേല, കഴിച്ച് കഴിയുമ്പോൾ എന്നാ പറയുമെന്നുള്ളത് അറിയത്തില്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ചെയ്യുന്നത് നിറമനസ്സോടുകൂടിയും സന്തോഷത്തോടെയും മാത്രമാണ് ഞാൻ എല്ലാ റെസിപ്പിയും ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ജനാർദ്ദൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മട്ടൺ കറിയാണ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാന്നു. പക്ഷേ എന്നാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ ഇട്ടേച്ചല്ലേ ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഏട്ടൻ്റെ അമ്മ പഠിപ്പിച്ച സെയിം റെസിപ്പി തന്നെ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. റിപ്പീറ്റ് മീൻസ് എപ്പോഴും വീട്ടിലത് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു നാടൻ വിഭവം എന്ന് പറയുമ്പോൾ എപ്പോഴും അമ്മ പഠിപ്പിച്ച ആ ഒരു കറി, അത് ശരിക്കും നമ്മൾ പൊടികൾ എടുക്കാതെ അമ്മ കൈപ്പിടി കണക്കാണ് ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലാസ് എന്ന് പറഞ്ഞാൽ റോ ആയിട്ടാണ്. അത് റോ ആയിട്ട് എടുത്തേച്ച് നമ്മൾ എന്നാ ചെയ്യണം, ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഡ്രൈ റോസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ചെയ്യുമോ എന്നതാണേലും നമുക്ക് ഏതാ മോസ്റ്റ് കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ അത് ചെയ്തേച്ചാൽ മതി. ഡ്രൈ റോസ്റ്റ് ആയിരിക്കും ഏറ്റവും എളുപ്പം. കാര്യം എന്നാണെന്നറിയാമോ? ഒരു കാര്യം പറയട്ടെ, നമ്മൾ പിന്നെ എണ്ണ ഒഴിക്കുമല്ലേ, അപ്പോൾ പിന്നെ അതും എണ്ണ ഇതും എണ്ണ എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ഒരു ഓയിലി ഫീലിംഗ്. പിന്നെ മട്ടൺ ആണെങ്കിൽ ബേസിക്കലി കുറച്ച് കൊഴുപ്പ് ഉള്ള ഒരു മീറ്റാണ്. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് എന്താ പറയുക, ഹെവി ആയിരിക്കും ആ ഓയിൽ കണ്ടൻറ്റും ഫാറ്റ് കണ്ടൻറ്റും എല്ലാം കൂടെ. അതുകൊണ്ട് മസാല തൽക്കാലം ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഇനി അതിനുള്ള വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് വേണ്ടിയത് നമുക്ക് കുറച്ച് വറ്റൽമുളകാണ്. ഈ വറ്റൽമുളക് 1 കിലോയുടെ കണക്കാണെങ്കിൽ ഒരു 10-12 എണ്ണം സാധാ വറ്റൽമുളകാണെങ്കിൽ, അല്ല കാശ്മീരി ആണെങ്കിൽ ഒരു 20 എണ്ണോളം എടുക്കാം. കാശ്മീരിക്കുള്ള ഗുണം അറിയാം, നിറം കിട്ടും, കൊഴുപ്പ് ഉണ്ടാവും, അതെല്ലാം ചെയ്യാം. പക്ഷേ ഇത് ഞാൻ അമ്മ പറഞ്ഞു തന്ന പോലെ ചെയ്താൽ, അല്ലെങ്കിൽ 50-50 ബേസസ് ആണെങ്കിലും വറ്റൽമുളക് ചെയ്യാം. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളകാണ്. ഇതൊരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ആവാവേ. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടിയല്ല, മല്ലി. ഇത് ഒരു 1 കിലോ മട്ടൺ ആണെങ്കിൽ ഒരു 2 ഡെസേർട്ട് സ്പൂൺ കണക്കെടുത്തോളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് ഗ്രാമ്പു, അതായത് ഒരു 3-4 ഗ്രാമ്പു. ഇത് കുറച്ച് പെരിഞ്ജീരകമാണ്, അത് 1 ടീസ്പൂണോളം. പിന്നെ ഉള്ളത് ഏലക്ക ഒരു 3-4 എണ്ണം. ഇതൊരു സാദാ ജീരകം, നമ്മുടെ സാദാ തോരനൊക്കെ അരയ്ക്കുന്ന സാദാ ജീരകം, അതും 1 ടീസ്പൂണാണ്. പിന്നെ ഉള്ളത് പട്ട ഒരു കഷ്ണോളം മതിയാവും. പിന്നെ വേണ്ടിയത് കുറച്ച് സവാള മീൻസ് 2 വലിയ സവാളയോ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ഒരു 4 ചെറിയ സവാള. പിന്നെ ഉള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാ. ഇതൊരു 1.5 ടീസ്പൂൺ, 1 കിലോ ആണെങ്കിൽ ഒരു 2 ടീസ്പൂണോളം ചേർക്കാം. പിന്നെ വേണ്ടിയത് ഉപ്പ് ആസ് യൂഷ്വൽ. പിന്നെ 2-3 പൊടി പിന്നെ വേണം. ഒന്ന് മഞ്ഞൾപ്പൊടി, നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നുണ്ട്, അതനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ. ഞാനിവിടെ 50-50 ബേസസ് എടുക്കുന്നുണ്ട്. കുറച്ച് കറിക്ക് കൊഴുപ്പും നിറവും വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തത്. ഇത് 50-50 ബേസസ് ഞാൻ ചേർക്കത്തുള്ളൂ. അതായത് വറ്റൽമുളക് ചേർക്കുന്നതിൻ്റെ പകുതി ഇതും കൂടെ ചേർക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കറിക്ക് ഒരു നിറവും കൊഴുപ്പും ഒന്നും വരികയില്ല. അപ്പോൾ അതുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് തൈര്, തക്കാളിക്ക് പകരം തൈരാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. അതല്ല, ഇതാ കണ്ടോ, ഞാൻ മേടിച്ചേക്കുന്ന മട്ടൺ ഏകദേശം 1 കിലോ ആ. ഈ 1 കിലോയ്ക്കുള്ള കണക്കാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്ക് ഈ ഡ്രൈ റോസ്റ്റ് കുറച്ച് ചെയ്യാനുള്ളല്ലോ, ആ മസാലയുടെ അളവ് മാത്രം ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഇടാൻ പോകുന്ന വറ്റൽമുളകാണ്. വേണ്ട 8 വറ്റൽമുളക് ഇട്ടു. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. 1 ടീസ്പൂണോ കുറച്ച് കുരുമുളകിന് കുറച്ച് എരിവ് കൂടുതലോ വല്ലതും വേണം തോന്നുവാണെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച്, അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു 2 സ്പൂണ്
ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂണും അല്ല, അതിനെക്കാളും കുറച്ച് കുറവാണ്. 2 സ്പൂണ് മല്ലി. ഇനിയിപ്പോൾ നമ്മൾ ഇടുന്ന ഈ മല്ലിയും മുളകും ഒക്കെ ഇച്ചിരി കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുവാണെങ്കിൽ ഇച്ചിരി പൊടി ചേർക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു 3-4 ഗ്രാമ്പൂ, 1 ടീസ്പൂണ് പെരിഞ്ചീരകം, അതേപോലെ 1 ടീസ്പൂൺ ജീരകം. ജീരകത്തിൻ്റെ ചുവ ഒരുപാട് മുന്നിട്ട് നിൽക്കണ്ട, പെരിഞ്ചീരകത്തിൻ്റെ ഒരു നേർപകുതി ആയാലും മതി. പിന്നെ വേണ്ടത് ഒരു 3-4 ഏലക്ക, പട്ട 1 ഇഞ്ച് അത് മതിയേ. ഇതിനെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. വറ്റൽമുളകിൻ്റെ പരുവം എപ്പോഴും ശ്രദ്ധിച്ചോണം. അതൊരു ചെറിയ മുരിഞ്ഞു വരുമ്പോൾ ഒരു ഡാർക്ക് കളർ ആവത്തില്ല, അതായത് ബ്ലാക്കും അതൊന്ന് വീർത്ത് വരും, ഒരു ബ്ലാക്കിഷ് കളർ വരും. അത് അതിൻ്റെ ഒരു മൊത്തം ചേർത്തേക്കുന്ന സ്പൈസസ് ഒക്കെ മൊരിഞ്ഞു വരുമ്പം ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, നമ്മുടെ അറിവ്, ഇത് മൊരിഞ്ഞു എന്ന് നമുക്ക് തോന്നുവല്ലേ, ആ സമയം. ഓക്കെ, നമ്മുടെ മറ്റേ എന്താ പറയുക സ്പൈസസ് എല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി ഒരുപാടിട്ട് മൂപ്പിച്ചാണ്ടല്ലോ ജീരകമൊക്കെ കരിഞ്ഞു പോകും. പിന്നെ ഈ ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചാലേ അത് നല്ല ഫൈൻ പൗഡർ ആവത്തുള്ളൂ. ചെറു ചൂട് ഇതേപോലെ എടുത്ത് ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒന്നുകൂടെ കയറി അങ്ങ് മൂക്കും. അപ്പം തന്നെ പൊടിക്കുവാന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ടെൻഷൻ അറിയാം, ചിലപ്പോൾ എങ്ങാനും പൊടിഞ്ഞില്ലെങ്കിലും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വലിയ അടുപ്പ് കത്തിച്ച് വെച്ച് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ എണ്ണ ഒഴിക്കുക. എണ്ണ വെളിച്ചെണ്ണ ഇസ് ദി ബെസ്റ്റ്. അതല്ല റിഫൈൻഡ് ഓയിൽ ആണെങ്കിൽ അങ്ങനെ ഏതാ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. നോർത്തിലൊക്കെ ഏറ്റവും കൂടുതൽ റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ കടുകെണ്ണ അങ്ങനെയൊക്കെ ഉപയോഗിക്കുക. നമ്മൾ മട്ടൻ കറി നാടൻ രീതിയിൽ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് വെളിച്ചെണ്ണ കേട്ടോ. അപ്പം എണ്ണ ചൂടായിട്ട് നമ്മൾ ഇതേണ്ട ഈ സവാള 1 കിലോയ്ക്ക് എപ്പോഴും നോക്കണം. വലിയ സവാള ആണെങ്കിൽ ഒരുപാട് ഇടണ്ട, മതിരിക്കും. അപ്പം എന്നാന്ന് വെച്ചാൽ മീഡിയം സൈസ് ആന്നേൽ ഒരു 3 എണ്ണം തന്നെ മിനിമം മതി. പിന്നെ എന്നാന്ന് വെച്ചാൽ മൊരിക്കുമ്പോൾ നല്ല അസലായിട്ട് അങ്ങ് മൊരിക്കുക. ബിരിയാണിക്ക് നമ്മൾ മൊരിക്കുമല്ലേ, വറുത്തിടത്തില്ലേ മേളിൽ എന്ന് പറഞ്ഞ പോലെ നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കും. അപ്പം നമ്മുടെ ഉള്ളി നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞേ നോക്കിയാൽ അറിയാം. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് വാങ്ങി നമ്മൾ ഈ എന്താ പറയുക സ്റ്റോറിൽ നിന്ന് മേടിക്കുകയല്ലേ, അതാണ് ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം മാക്സിമം പോയാൽ മട്ടൺ ആയതുകൊണ്ട് 2 ടീസ്പൂൺ. ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞാലേ നെക്സ്റ്റ് നമുക്ക് ആ പൊടികളൊന്ന് ചേർക്കാം. പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി ആദ്യം ചേർത്തൊന്ന് മൂത്തതിന് ശേഷം നമ്മുടെ മസാല ചേർക്കാം. കുറച്ചൊരു 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി, അത് കഴിഞ്ഞിട്ട് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരിയാണേ. അതിനനുസരിച്ചിട്ട് ഞാൻ ഇതിനകത്ത് വറ്റൽമുളക് ചേർത്തിട്ടുള്ളൂ നമ്മുടെ പൊടിയിൽ. ചീനച്ചട്ടി കുറച്ച് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് പൊടി മൂക്കാൻ വലിയ താമസമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് തൈര് ചേർക്കാൻ പോവാം. പുളിയില്ലാത്ത തൈരാണ്. അതല്ല തക്കാളി ചേർക്കണമെങ്കിൽ അത് ചേർത്താലും. ഇതിനകത്തോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് നമ്മൾ പൊടിച്ചു വെച്ച മസാലയും കൂടെ ചേർക്കുവാണ്. ഒരു ഫുൾ ടീസ്പൂൺ മസാല ഇടുക.
ഇതിനകത്താണ് ഗരം മസാല കംപ്ലീറ്റ് ഉള്ളത്. അപ്പം നമ്മൾ അത് ഇട്ടേച്ച് പിന്നെ വേണമെങ്കിൽ ചേർക്കാം, എന്തായാലും വേണം. ഇതിനകത്തോട്ട് ആ എണ്ണ തെളിയാനായിട്ട് ഒരു ഇച്ചിരി വെള്ളം വേണേ ഒഴിക്കുക. നമ്മൾ ഒഴിച്ച വെള്ളം നല്ലോണം തിളച്ച് കഴിയുമ്പോൾ തന്നെ എണ്ണ തെളിയുന്നുണ്ടോ? ഇതെന്നാന്നോ, നമ്മൾ ആ പൊടി ഒന്ന് നല്ലതായിട്ട് മൂത്ത് കഴിയുന്നതുകൊണ്ടും അല്ലാതെ നമ്മുടെ ചട്ടി കുറച്ച് കട്ടിയുള്ള ചീനച്ചട്ടി എടുത്താൽ അങ്ങനെയാ വരിക. ഇത് പ്രഷർ കുക്കറിലും ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മട്ടൺ ഇടുക. ഏറ്റവും കൂടുതൽ ഇറച്ചി വേവിക്കുമ്പോൾ നമ്മൾ ആ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ വേവിച്ചാൽ ഏറ്റവും നല്ല രുചി എന്ന് പറയും. അത് ശരിയാണ്. പക്ഷേ ചില സമയമൊക്കെ അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ പോരായിരിക്കും. ആ മട്ടനും ബീഫും ഒക്കെ വേവാൻ ഒരു ഇച്ചിരി സമയമെടുക്കും. അതുകൊണ്ട് നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതിനു മുമ്പേ ഞാൻ കുറച്ച് കറിവേപ്പില ഇടണമുണ്ട്. ഇതുവരെ ഉപ്പിട്ടില്ല. ഇനി നെക്സ്റ്റ് ഒരു ടീസ്പൂൺ ഉപ്പിടാം. അതിന് കൂടുതൽ ഇടുകയല്ല, കാര്യം എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ എങ്ങാനും കൂടിപ്പോയാൽ എന്നെ എടുക്കും. ഇത് ടീസ്പൂൺ കണക്കല്ല, അതുകൊണ്ടാണ് ഞാൻ ഹാഫ് ഇടുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ ഏതുണ്ടാക്കിയാലും ഈ പറഞ്ഞ പോലെ ഈ ചീനച്ചട്ടിനകത്ത് മട്ടൺ വേവുന്ന ചരിത്രം ഉണ്ട്, സമയമെടുക്കും. അപ്പോൾ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടും സമയക്കുറവുള്ളത് കൊണ്ടും നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഈ മസാല ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ അങ്ങോട്ട് കുക്കറിലോട്ട് മാറ്റും. ഇനിയിപ്പോൾ എന്നാ ചീനച്ചട്ടിയിൽ ചെയ്തതെന്ന് വെച്ചാൽ കുക്കറിൽ ചെയ്താൽ അതിനൊരു വിസ്താരണം ഇല്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും അതിൻ്റെ മൂപ്പും ഒക്കെ കാണിക്കാൻ ഒരു ഇച്ചിരി പ്രയാസമാണ്. അന്നേരം അതുകൊണ്ടാണ് ചീനച്ചട്ടിയിലോട്ട് ഉണ്ടാക്കിയത്. അന്നേച്ച് എന്നാ ചെയ്യാൻ പോയി, ഇനി ഇത് കുക്കറിലോട്ട് മാറ്റി വെച്ച് വേവിച്ചെടുക്കണം. പക്ഷേ ഇത് ഇത്രയും സിമ്പിളാണ്, നമ്മൾ എല്ലാവരുടെ വീട്ടിലും നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ്. എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ജീരകം ചേർക്കുന്നുണ്ട്. ദ വേ ഓഫ് പ്രൊസീജിയർ കുറച്ച് മാറ്റമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ മിക്ക വീടുകളിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും, ഞാൻ അവകാശപ്പെടുന്നില്ല ഞാൻ മാറ്റിയെന്നൊന്നും. പക്ഷേ ഒരു ചേഞ്ച് അത്രേ ഉള്ളൂ. ഞാൻ ഇതുവരെ കണ്ടതിൽ അമ്മ ചെയ്യുന്നതാണ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അമ്മ കൈപ്പിടി കണക്കാന്നു, പക്ഷെ എനിക്കത് അത്രയും ഒത്തു വരികയില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പൂണിലോട്ട് മാറിയേ. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസാല കുറവുണ്ടെങ്കിലോ ഉപ്പ് കുറവുണ്ടെങ്കിലോ നമുക്ക് ചേർത്ത് മസാല ഒന്ന് മൂത്തതിന് ശേഷം കുക്കറിലോട്ട് മാറ്റിയിട്ട് ആ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന എത്ര വെള്ളമാണോ അതിൽ നിന്ന് വേവിച്ചെടുക്കുന്ന ഏറ്റവും നല്ല. അപ്പോൾ നമ്മുടെ മട്ടൺ കറിയാക്കാം, അല്ലെങ്കിൽ റോസ്റ്റ് ആക്കാം, വാട്ട് എവർ യു വിഷ്. ഏതാ നമ്മുടെ ഇഷ്ടം അതാക്കാം. പിന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതലിടാം. എനിക്കിപ്പോൾ ഈ മസാലയുടെ മണം വരുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയും മതി എന്നെ സംബന്ധിച്ച്. പിന്നെ ജനാർദ്ദന് ബേസിക്കലി റെസ്ട്രിക്ഷൻസ് അങ്ങനെ ഒരുപാടൊന്നുമില്ല, എരിവ് കുറവൊന്നോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച് നമ്മൾ മട്ടൻ കറിയൊക്കെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിനിമം എരിവ് അതേ ഞാൻ ചേർത്തിട്ടുള്ളൂ.